ഹലോ റിയാസേ, എന്തായി? നിങ്ങളെ നടുവത്തെ ലോറി ഡ്രൈവറെ കാണാൻ പോയോ? ആ നാളെ ഞങ്ങൾ പോകും കേട്ടോ. നീ കാണാൻ പറ്റുമോ? അവിടെ ലോറി ഡ്രൈവർ മാത്രമല്ല, വേറൊരാളും കൂടെ ഉണ്ട്, ഒരച്ചായൻ. ആ, രണ്ടാളുണ്ടോ? എന്നാൽ രണ്ടാളെയും ക്ലോസ് ചെയ്ത് കണ്ട് പോരെയും എൻ്റെ ലീഡറിനെയും കൂട്ടിക്കോ. ലീഡർ ഫൈസലിനെയും കൂടി കിട്ടുകയാണെങ്കിലേ ആ ലോറി ഡ്രൈവറല്ലേ അതന്നെ ആളെ മുതലാളിനെയും കൂടെ ഞങ്ങൾ ഇതിലേക്ക് ചേർത്താനുള്ളൊരു ചെറിയൊരു ഡ്രാമ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ മൂപ്പരെയും കൂടി നമുക്ക് ഇതിൽ ക്ലോസ് ചെയ്യാം. ചായക്കടന്റെ ബാക്കിലുണ്ട് ലോറി, ഇങ്ങോട്ട് പോര്. ഉള്ളത്തെ ടയറൊക്കെ ചെയ്യാനായിക്കണല്ലോ. ഞാനാക്കാരൻ ടയർ ചെയ്ത് ഉത്തരക്കൊന്നും ഞാൻ ഉണ്ടാവില്ല. പിന്നെ കോളേജ് ഞാൻ പുതിയൊരു ബിസിനസ് കണ്ടില്ല, ഞാൻ അത് നോക്കുകയാണെങ്കിൽ ഭർത്താനെ പറയണേ. ഞാൻ അതുവരെ എന്നോട് മുതലാളിയായിട്ട് നിന്നിക്കണോ? നിർത്തിയിട്ട് ഇപ്പൊ എന്ത് ബിസിനസ് അത് തുടങ്ങണേ? ബിസിനസിന്റെ പാർട്ട്ണർമാർ ഇപ്പൊ രണ്ടാളുണ്ട് വരുന്നുണ്ട്. ആ, പാർട്ണർമാരൊക്കെ ഉണ്ടോ? എന്നത് കളി മാറുമല്ലോ. നിങ്ങൾ ഇന്നലെ വരുന്ന ഞാൻ വിചാരിച്ചതേ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. റാങ്ക് ഒന്ന് മാറ്റണം. അതിനിപ്പോ ഒരു 75,000 റുപ്യന്റെ ഒരു മാറ്റമുണ്ട് അല്ലേ? 75,000 ഒരു 75,000 രൂപയുടെ ഒരു മാറ്റമുണ്ട്. അപ്പൊ അതും പിന്നെ നമ്മുടെ മീറ്റിങ്ങും നമ്മുടെ റെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏകദേശം 1 ലക്ഷം രൂപയുടെ ഒരു കമ്മി ഉണ്ട്, ഷോർട്ടേജ് ഉണ്ട്. അതൊന്ന് ക്ലിയർ ആയാല് നിങ്ങൾക്ക് വരുമാനം കയറി തുടങ്ങും. അപ്പോഴ് എത്ര റുപ്യ ഇപ്പൊ നമ്മളതിൽ ഇറക്കിയത്, അതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ? അച്ഛാ, ഫസ്റ്റ് നമ്മളൊരു 75,000 തുടക്കത്തിൽ ഒരു 75,000 ഇറക്കി. പിന്നീട് നിങ്ങളെ റാങ്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 1 ലക്ഷം കൂടി ആക്കി. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പുതിയ റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 1 ലക്ഷം ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നു വാങ്ങിയത്, ഓർമ്മയില്ലേ? അപ്പൊ 3,25,000 റുപ്യ ഇപ്പൊ ഞാൻ ഇറക്കി. ഇനിയിപ്പോ 1 ലക്ഷം കൂടി തന്നാല് 4,400,000. ഇതൊക്കെ ഇപ്പൊ അടുത്ത മാസം മുതല് 50,000 വെച്ചിട്ട് കേറല്ലേ, പിന്നെ വെച്ചടി കയറ്റല്ലേ, പിന്നെ എന്താ നോക്കാം. ഓക്കെ ഇതിപ്പോ ഏതായാലും നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചാൽ പറഞ്ഞ പോലെ പ്ലാൻ കൊടുത്ത അപ്പൊ ഒരു മിസ് കോള് ഞാൻ അപ്പഴും വരും. പൈസ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടോ? പൈസ അല്ല ആദ്യം വേണ്ടത്. ആദ്യം നമുക്ക് ഒരു പ്ലാനിങ് തയ്യാറാക്കണം. എന്താ ഇപ്പൊ സംഭവം? ഞമ്മക്കൂടെ പറഞ്ഞതാണ്. കുറച്ച് പറയാൻ നമുക്ക് ഇത്തിരി കുറച്ചുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിച്ചാലോ? ആയിക്കോട്ടെ, നമുക്ക് നമ്മളെ വീട്ടിൽ പോവാ. അതാ നല്ലത്. ഇനി പറഞ്ഞ എന്താ സംഭവം? ഇതിലേക്ക് പൈസ ഇറക്കാൻ ഒരുപാട് മുതലാളിമാരുണ്ട്. പക്ഷേ ഞാൻ സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുള്ളൂ. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പോയിന്റ്. ഈ ആളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ആളെ പൈസ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആളെ ഇതിൽ ചേർക്കും. ഹലോ, ഈ വളവിലുള്ള വീടില്ലേ, പുറത്തത്തെ വീട്? ഓക്കെ ആ വീട്ടിൽ ഇപ്പൊ ഈ വിളിച്ച ആളുണ്ടല്ലോ, കോട്ടയത്തു നിന്നാണ് വരുന്നത് ഈ ബിസിനസ്സിലേക്ക് പൈസ ഇറക്കാൻ വേണ്ടി. ഇതന്നെ 2 മാസമായി ഞാൻ എന്നോട് പറഞ്ഞിട്ട് ഇഞ്ച സ്വീപ്പാകാതെ 5 പൈസ റെഡിയാണ്. അത് നമുക്ക് സെറ്റാക്കാം, ഒന്നും പേടിക്കണ്ട. കൂൾ. നിങ്ങളോട് ഞാനൊരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. ഇയാൾ പൈസ തന്നു, പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ ഒരാളുണ്ട്, ആ ആൾ ഒഴിവാകുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിലേക്ക് നിങ്ങളെ പരിഗണിക്കും. ഞാനിപ്പോ അവിടുന്ന് നുള്ളി പൊറുക്കി കടം വാങ്ങിയിട്ടൊക്കെ ഒരു 50,000 റുപ്യ തിരിച്ച് ഞാൻ റെഡിയാക്കി കൊണ്ടുവരണം. അല്ല, ഇതിൽ ആളില്ലാണ്ട് വിശ്വസിച്ചുകൊണ്ട് വന്ന ഞാൻ അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിൽ ആള് ചുരുക്കം ചില ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഉൾക്കൊള്ളുന്നത്. ആള് ഒഴിവാണെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പൈസ അല്ല, അത് നിങ്ങൾ അവിടെ വെക്ക്. ഞാൻ മറ്റേ ചങ്ങാനോട് ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് നിങ്ങളെ പൈസ വാങ്ങും. നിങ്ങൾ ഇതാണ് വെക്കും. നിങ്ങൾ പറയരുത്. അല്ല, കുഴപ്പമില്ല, അത് നിങ്ങൾ അവിടെ വെക്ക്. നമുക്ക് പിന്നെ ശരിയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത് സംഭവം പറഞ്ഞതാണ് നിങ്ങള്? ഈ ബിസിനസ് എന്തോന്ന് പറഞ്ഞേട്ടിക്ക. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ 50,000 രൂപ നമ്മുടെ ഈ ബിസിനസ്സിന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മാസവും നിങ്ങൾക്ക് 30,000 രൂപ വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഈ 50 അല്ല, 50ന്റെ മേലെ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം എത്ര ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇറക്കാം. ആ ഇറക്കുന്നതിൻ്റെ ഒരു നിശ്ചിത അളവിൽ നിങ്ങൾക്ക് മാസാമാസം എമൗണ്ട് ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. 50,000 ഇടിന് 5 ലക്ഷം ഇട്ടാൽ
5 ലക്ഷം ഇട്ടാൽ ഇപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. 5 ലക്ഷം ഇട്ടാൽ 5 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2 ലക്ഷം നിങ്ങൾക്ക് മാസാമാസം നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും. 2 ലക്ഷം 2 ലക്ഷം ഉറപ്പാണ്. ഇതാ അതേപോലെ നമ്മളിപ്പോ 5 ലക്ഷം ഇട്ടാൽ അത് മൊത്തത്തിൽ പോകുമോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇന്ന് 5 ലക്ഷം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ രാവിലെ അതിനുള്ള പ്രോഡക്റ്റ് ഇവിടെ എത്തും. ഇതാണ് ഇപ്പൊ 5 ലക്ഷം റുപ്യക്ക് തരുന്ന പ്രൊഡക്റ്റുകൾ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിലുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വാട്സപ്പിൽ ചെയ്തു തരാം. മൊത്തം പ്ലാൻ കേട്ടതല്ലേ? അതവൻ ഓഫീസിൽ പോയാണ്ട് മൊത്തം ഇരുന്ന് കേട്ടതാണ്. ഒരു നിലക്ക് ഈ കമ്പനി പൊളിയാൻ പോണില്ല. അടിപൊളി കമ്പനി അത്. ഈ പൈസ പിടിച്ച് ഒരു ഒഴിവാക്കാണെങ്കിൽ ഈ പൈസ അല്ല നിൽക്കുന്നത് അത് നമുക്ക് ശരിയാക്കാം. പിന്നെ ശരിയാക്കാം. ഈ എന്റെ അക്കൗണ്ട് നമ്പർ കേട്ടിക്കാൻ ഞാൻ 5 ലക്ഷം ആയിക്കോട് ഇട്ടുതരാം. ഓക്കെ, ഞാൻ നമ്പർ തരാം. ശരി, നമ്മള് ബിസിനസ് പാർട്ണർമാരായി. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മള് പാർട്ണർമാരായി വണ്ടി കേട്ടോ. ഡയലോഗ് പറയേ എന്തൊന്നും പറയാതെ ചായ ഒന്നും കുടിച്ചിട്ടില്ലേ? കുടിച്ചിട്ടില്ല അച്ഛാ. എന്താ പറ്റിയേ? ഈയും കുടിച്ചിട്ടില്ലേ? ഇല്ല, അമ്മ ഒന്നും ഉണ്ടാക്കിയില്ല. അമ്മ മീറ്റിംഗിലാണ്. വല്ലാത്തൊരു മീറ്റിംഗ്. ദേവു ദേവു എടി ദിവ്യ. എന്തോ ഈ ക്ലാസ് കഴിയട്ടെ ഇപ്പൊ വരാ. ആ അമ്മ നിങ്ങളെ പോലല്ല, അവിടെ പഠിക്കാണ്. അച്ഛാ ആരോ വിളിക്കുന്നു. ഹലോ. ആ കുറിപ്പൈസ അല്ല, അത് ഞാൻ വൈകുന്നേരം സൈതലാക്കിന്റെ കടയിൽ ഏൽപ്പിച്ച പോലെ. ആ ഓക്കെ എന്നാ. ഓ ആ പൈസ എവിടെ? ദേവു എന്താ ഏട്ടാ? ക്യാഷ് എവിടെ വെച്ചത്? നാളെ കുറിപ്പൈസ കൊടുക്കാനുള്ളതാണ്. ആ പൈസ ഞാന് കൂട്ടുകാരത്തേക്ക് കടം കൊടുത്തു. കടം കൊടുത്തെന്നോ? ആരോട് ചോദിച്ചിട്ട്? ഈയേ അവർക്ക് വിളിച്ചിട്ടേ പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ പറയാം. അവരത് ആദ്യമേ പറഞ്ഞതാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് തരുള്ളൂ. തൽക്കാലം എന്റെ വള ഒന്ന് പണയം വെക്കാം, അല്ലാതെ കുറിപ്പൈസ കൊടുക്കണ്ടേ? അതോ അത് ഞാൻ എൻ്റെ വേറൊരു ആവശ്യത്തിന് പണയം വെച്ചതാ. ദേവു ആ കുട്ടീന്റെ മാല എവിടെ? അതവിടെ പൊട്ടിക്കിടക്കുക. അയ്യോടാ മോളെ മാല പൊട്ടിയോ? അച്ഛാ, മാല പൊട്ടിയതല്ല, അമ്മ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചതാ. എന്തൊക്കെ ദിവ്യ ചെയ്യണത്? എല്ലാ സ്വർണ്ണെടുത്തും കൊണ്ട് പണയം വെച്ചേക്ക. അല്ല നിന്റെ പാദസര എവിടെ? അത് എൻ്റെ ഗോൾഡല്ലേ, ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യത്തിന് എടുത്തതാണ്. ഞാൻ എൻ്റെ 4 വളയും പാദസരവും നെക്ലേസും ജ്വല്ലറി കൊണ്ടുപോയി വിറ്റു. കുട്ടികളെ 2 ആളെയും മാലയും ഞാൻ പണയം വെച്ചിട്ടുണ്ട്. ഈശ്വര, എന്തിനാണ് ഇത്ര പൈസക്ക് ആവശ്യം? അത് എൻ്റെ ആവശ്യത്തിന് വെച്ചതല്ല, ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെച്ചതാണ്. ഒരു ബിസിനസ്സിൽ ചേർന്നിട്ടുണ്ട്, അതിനാണ് ഈ ക്യാഷ് ഒക്കെ എടുത്തിട്ടുള്ളത്. ബിസിനസ്സോ? എത്ര ക്യാഷ് കൊടുത്തു? ഞാൻ 50,000 കൊടുത്തു, പിന്നെ 2 ലക്ഷം കൊടുത്തു, പിന്നെ 1.5. എന്റെ ദൈവേ, പോയി ആ ക്യാഷ് മുഴുവൻ പോയി. ഇല്ല ഏട്ടാ, അതൊന്നും പോവില്ല. 3 മാസം കൊണ്ട് നമുക്കത് ഇരട്ടിയായി കിട്ടും. കിട്ടും കിട്ടും. ഞാനേ ബിജു സാറിനൊന്ന് വിളിച്ചോക്കട്ടെ. എന്താ സംഭവം? ബിജു ഇത് ഇന്നലെ എന്നോട് പറയുന്നില്ല, ആളെ ചേർക്കുന്ന ബിസിനസ്സിൽ കുറച്ച് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അത് ഇവിടെയും സംഭവിച്ചടാ. ഇജിന്റെ അയൽവാസം നമുക്കറിയാം. ഞാനൊരു ചായ പോലും കുടിക്കലില്ല, സീസറും വലിക്കലില്ല, ഒരു കുതിരടിക്ക് ഞാൻ നിൽക്കലില്ലല്ലോ. ഞാൻ വർക്ക് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇവരെ കാര്യങ്ങൾ നോക്കണം. എല്ലാം കഴിയുന്ന പോണ മാതിരത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. ആരാണ് നിന്റെ കുടുംബത്തിലെ ഈ ബിസിനസിന് പണം മുടക്കിയത്? ആ ഇവിടെ ഇപ്പൊ 2 മാസമായി തുടങ്ങിയിട്ടേ. ഞാൻ എന്നാ വല്ല കോഴ്സും പഠിക്കാന്ന് വിചാരിച്ചത്. എന്റെ ഭാര്യയാണ് ഇതിൽ കൂടിയിരിക്കണേ. അതെ ബിജു, ഇത്രയും വിദ്യാഭ്യാസമുള്ള അവളാണ് ഈ പണി കാട്ടിയത്. ആരോടുണ്ടോ? നിങ്ങൾ വിളിക്കൂ. ആ ദേവു ഒന്നിങ്ങോട്ട് വന്നാ. എന്താ ഉണ്ടായത്? ആരാണ് നിങ്ങളോട് ഈ പൈസ ഇറക്കാൻ പറഞ്ഞത്? ഏട്ടൻ്റെ കഷ്ടപ്പാട് കണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ ചേർന്നത്. എനിക്കൊരു വരുമാനം ആയാൽ അത് ഏട്ടനൊരു സഹായമാകുമല്ലോ എന്ന് കരുതി. ആര് മുഖേനയാണ് നിങ്ങൾ ഇതിൽ ചേർന്നത്? ഏട്ടൻ നിങ്ങൾക്ക് അറിയൂലേ, എൻ്റെ കൂടെ പഠിച്ച അച്ചു, അവളാണ് എന്നെ ചേർത്തത്. നമ്മളെ 4ാം വാർഡത്തെ മെമ്പർ മകളില്ല അശ്വതി, അവളെയാണ് പറയുന്നത്. ആരാണെങ്കിലും ഓരോ പകരം ബ്ലോക്ക് ചെയ്തതാണ്. നീ മാത്രമല്ല, എൻ്റെ കുടുംബം മൊത്തം കൊടുക്കും. ഇതിൽ കുടുംബത്തിൽ ഒരാൾ പെട്ടാൽ മതി, പിന്നെ എല്ലാവരും കൊടുക്കും. നടക്കാത്ത വാഗ്ദാനങ്ങൾ ഒരുപാട് തരും. നേരം വെളുത്ത് വൈകുന്നേരം ആവോളം ഓൺലൈൻ മീറ്റിങ്ങും മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും.
അത് പ്രശ്നമാക്കണ്ട, അയാൾ അന്വേഷിച്ചുകൊണ്ട് ഒരു വിവരം തരാം. ആ ഫാമിലിയിൽ നമ്മൾ ഏകദേശം അറിയുന്ന ആളുകൾ തന്നെയാണ്. ഏതായാലും സ്റ്റേഷനിൽ പോയിട്ട് വൈകുന്നേരം ഒന്ന് വിളിക്കാം. സാറേ, ഞാൻ ആ അശ്വതിനെ പറ്റി അന്വേഷിച്ച് അവരുടെ ഹസ്ബൻഡ് നമ്മളാ മുണ്ടൂർ സ്റ്റേഷനിലെ എസ് ഇല്ലേ സാജി, അവരാണ് അവരുടെ ഹസ്ബൻഡ്. അതിന് മുകളിലുള്ള ലീഡർമാരൊക്കെയൊന്ന് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കണം. ആ സാറേ, സാജിയെ ഒന്ന് കാണാതെ പറഞ്ഞിട്ടില്ലേ, അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതെ, എന്തെങ്കിലും കള്ളത്തരണ്ടൊന്ന് അന്വേഷിക്കണ്ടോ? കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുടുംബങ്ങളുടെ ക്യാഷ് ഇതിൽ പോയിട്ടുണ്ട്. ആ ഓക്കെ സാറേ, ഓക്കെ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അത് ഞാൻ ഇന്ന് കാണാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നൈറ്റും ഡേ ഒന്നും ഇല്ലാതേക്കണേ. ഈ കേസിൻ്റെ പിന്നാലെ നടന്നപ്പോൾ ആ കുടുങ്ങി. സാറിനെ വിളിച്ചു ഞാൻ, അപ്പം നിങ്ങൾ വന്നിട്ട് കാണാനാണ് പറഞ്ഞത്. ഭാര്യ വീട്ടിലില്ല, അവർ 2 മാസം റെസ്റ്റ് പറഞ്ഞതാണ്. സാറേ, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. അത് വിഷയമല്ല, കാര്യങ്ങൾ അന്വേഷിച്ചോളി. ഒരു പോലീസുകാരനെ ഏറ്റവും എന്തിനാണ് നിങ്ങളെ ഭാര്യനെ ഈ ബിസിനസ് ചെയ്യാൻ അനുഭവിച്ച്? ചേർക്കുന്ന ബിസിനസ് ആകുമ്പോൾ ഒരു തട്ടിപ്പ് പോലെയല്ലേ ഇതൊക്കെ. ഞാൻ അന്വേഷിച്ചപ്പോൾ നാട്ടുകാർക്കൊന്നും അത്ര വലിയ അഭിപ്രായമല്ല. അവൾക്ക് വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴേ എന്തെങ്കിലും ജോലി വേണമെന്നൊരു നിർബന്ധം. ഇത് തുടക്കത്തിൽ ഞാൻ അന്വേഷിച്ചതാണ്. ഒരു LT പ്രോഡക്റ്റ് വിൽക്കുന്നൊരു കമ്പനി. ഇതാളെ ചേർക്കുക എന്നതല്ല, പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭാര്യയ്ക്കൊരു വരുമാനം ആകുമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് നിർത്തിച്ചത്? ഇത് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടിയത്. സംഭവം നിയമപ്രകാരമാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. താഴെത്തട്ടിൽ നിൽക്കുന്നവർ എത്ര കഷ്ടപ്പെട്ടാലും ഇതിൻ്റെ ഗുണമൊക്കെ ലീഡേഴ്സിനാണ്. ഈ ലീഡേഴ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്ത്രീകളിട്ടും കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ്. സത്യത്തിൽ ഇതുമ്പോൾ വലിയ മെച്ചമൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് നിർത്തിയത്. അതാണോ പ്രധാന കാരണം? അത് മാത്രമല്ല, ഈ പ്രോഡക്റ്റിനാണെങ്കിൽ തീ പിടിച്ച വിലയാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങിയതല്ലെന്ന് കരുതിയിട്ട് കൂട്ടത്തിലും കുടുംബത്തിലുള്ളവരൊക്കെ സിമ്പതി കാരണം ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങും. പ്രോഡക്റ്റുകൾ നമുക്ക് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിലൊരു ലാഭം ഉണ്ടാവില്ല. നമ്മളെ കോൺട്രാക്റ്റുകളൊക്കെ കഴിഞ്ഞൊന്ന് ഉള്ളത് ലീഡേഴ്സിന് ഉറപ്പായാൽ, ആരും നമ്മുടെ കൂടെ വരാനില്ല എന്ന് ഉറപ്പായാൽ അവർ നമ്മളെ ഒഴിവാക്കി പോകും. പിന്നെ വിളിച്ചാലും ഫോൺ എടുക്കില്ല. പ്രകാശൻ്റെ വൈഫിനെ ചേർത്തത് സാറിൻ്റെ വൈഫാണ്. സാറിൻ്റെ വൈഫിന് ആരാണ് ഈ ബിസിനസ് കൊടുത്തത്? അയൽവാസിൻ്റെ സുരേട്ടനെ. അയാളാണ് ഈ ബിസിനസ് പറഞ്ഞു കൊടുത്തത്. സുരേട്ടനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അയാളൊരു സൈക്കോ പോലെയാണ്. ഇപ്പോൾ അവിടെ പോയാൽ തിരിച്ചു പോരാൻ കുറേ സമയമെടുക്കും. എനിക്കാണെങ്കിൽ ഡ്യൂട്ടി നൈറ്റാണ്. സാറിനെ ഞാൻ 5 മണിയാകുമ്പോൾ അതിന് ഫ്രീ ആക്കി തരാം. എന്നാൽ നമുക്കിപ്പോൾ തന്നെ പോവാം. സുരേട്ടാ, സുരേട്ടാ, സുരേട്ടാ. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾ പാണ്ഡ്യാട് സ്റ്റേഷനിലെ പോലീസുകാരാ. പോലീസുകാരോ? എന്തേ വൈകി? ഞാൻ കൊറേ മുന്നേ വരുന്നു പ്രതീക്ഷിച്ച് നിൽക്കുന്നു. ഇവിടെ ഇരിക്കുക. കുടിക്കാനെന്താ? സംഭാരോ കാപ്പിയോ? സുരേട്ടാ, നിങ്ങൾ മുമ്പേ ഞങ്ങൾ പ്രതീക്ഷിക്കാനുള്ള കാരണം എന്താ? ഇമ്രാലി എവിടെയോ എത്തി. കാറും ബംഗ്ലാവും എസ്റ്റേറ്റും. നിങ്ങൾ എവിടെയൊക്കെ എത്തിയോ? ഞാൻ തന്ന ബിസിനസ് കൊണ്ട് വല്ല ഉപകാരം കിട്ടിയ തന്റെ ഭാര്യക്ക്. അവൻ എവിടെയോ എത്തി. എന്റെ എല്ലാം പോകും. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. അവരെന്നെ പഠിപ്പിച്ച ക്ലാസ്സാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സാറില്ലേട്ടാ, അതൊന്നും കുഴപ്പമില്ല. ഈ കുഴപ്പമുണ്ടായിട്ട് എന്താ കാര്യം? അവരെ പിടിക്കാൻ ഒരാൾക്കും കഴിയില്ല, ഒരു പോലീസുകാരന്മാർക്കും കഴിയില്ല. ലീഡർ ഉമ്മറാലി കഴിച്ചില്ല, നിങ്ങളാകെ പിടുത്തം പൊട്ടൂലേ? ഉമ്മറാലിനെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ നല്ല നിലയിലാണ് കേൾക്കാൻ കഴിയുന്നത്. ഉമ്മറാലി
സാറേ നിങ്ങളെന്താ നിങ്ങൾ പറഞ്ഞോളൂ, എൻ്റെതൊക്കെ ഏകദേശം റെഡി ആയിപ്പോ. പോലീസുകാരാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇത് ടെൻഷൻ കയറി. ഇതില്ലാതെ എൻ്റെ മൈൻഡ് ക്ലിയർ ആവുന്നില്ല, ആ ഒരു കോലത്തിലായി. പ്രൊഡക്റ്റ് നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിച്ച് തുടങ്ങി? പ്രഷർ ഇങ്ങനെ കൂടും, പിന്നെ ഒരു തലവേദന ഇങ്ങനെ വരും, അങ്ങനെ തുടങ്ങിയതാണ്. ഒരു 5 വർഷമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ മാനസിക നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനമാണ് എനിക്ക്. ഇതില്ലാതെ എൻ്റെ മൈൻഡ് ക്ലിയർ ചെയ്യാൻ എനിക്ക് കഴിയണില്ല. അപ്പോൾ പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ടല്ലേ? കേട്ടോ, ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസ് വരുന്നുണ്ട്, അത് വയറുവേദനയ്ക്കാണ് ഞാൻ കഴിച്ചു. അത് കഴിച്ച് വൈകുന്നേരം ആയപ്പോഴും തുടങ്ങി വയറിളക്കം. ദൈവേ, സഹിക്കാൻ വയ്യ. 2 ദിവസം ഞാൻ സഹിച്ചു. എന്നിട്ട് നമ്മളെ ലീഡർ ഉമ്മറൂനൊന്ന് വിളിച്ചു. അപ്പോൾ അവൻ പറയാ നിങ്ങളെ പള്ളേൻ്റെ ഉള്ളിലെ കേടൊക്കെ ഒഴിവായി പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഉമ്മറു അണക്ക് ഞാനൊരു കേടായി തോന്നുന്നുണ്ടോ എന്നുള്ളത്. അപ്പോഴത്തെ അവനൊരു ചിറി, ഒരൊലക്കാമേലെ ചിറി. അപ്പോഴത്തെ അവനെ 5-6 ലക്ഷം എൻ്റെ അടുത്ത് വാങ്ങി വെച്ചിക്കണേ. ഉമ്മറാലിയും നിങ്ങളും എത്ര കാലത്ത് ബന്ധമുണ്ട്? ഞാനും ഓനും ഒപ്പം പഠിച്ചതാ. അങ്ങനെയാണോ അവൻ ഈ കുജിൽ വന്ന് ചാടിച്ചതോ? ഇപ്പൊ അങ്ങാടിക്ക് ഇറങ്ങിയാലേ ഇമ്രാലി എവിടെ എമ്രാലി എവിടെ എന്ന് ചോദിക്കണ അവസ്ഥയാണ് ഇപ്പൊ വലിയ നിലയിലായില്ലേ. ഇപ്പൊ നാട്ടിക്കൊന്നും വരൂല. കാറായി, ജീപ്പായി, ബംഗ്ലാവായി, എസ്റ്റേറ്റായി, എന്തൊക്കെ ആയി. ഉമ്മറാലിന്റെ കോണ്ടാക്ട് നമ്പർ തരുന്ന? ഓന് 2-3 നമ്പറുണ്ട്. എൻ്റെ അടുത്തുള്ള നമ്പർ ഞാൻ തരാം. ഫോൺ ഏതായാലും ഞാൻ തരൂല. എൻ്റെ ഭാര്യ മക്കളൊക്കെ പോയി, എനിക്കിപ്പോ ഇതേ ഉള്ളൂ. എന്താ ഫോൺ എടുക്കണ്ടോ? 10-15 വട്ടം അടിച്ചില്ലപ്പോ. ചെങ്ങായി ഫോണ് കട്ടാക്കാണല്ലോ. ഞമ്മക്കത് തെരഞ്ഞു പോകേണ്ടി വരും, അല്ലാതെ പൈസക്ക് ഒരു തല ഉണ്ടാക്കണ്ടേ. ഇത് 5 ലക്ഷം പോയത്. എൻ്റെ 5 ലക്ഷം പോലെ അല്ല, എൻ്റെ 50,000 ഞാൻ നയിച്ചുണ്ടാക്കിയ പൈസയാണ്. അതുപോലെ അറച്ചിമണി ഞാൻ വാങ്ങും. അവര് വീട്ടിൽ വന്ന് വരാൻ പറഞ്ഞതാണ്. ഷാജിയുടെ വൈഫല്ലേ നിങ്ങളുടെ ബിസിനസ്സിലുണ്ടായിരുന്നത്? ഷാജിയെ വിളിക്കാൻ വേണ്ടി ബിജു പോയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിളിപ്പിച്ചത് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ്. തട്ടിപ്പുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ബലമായ സംശയം. പക്ഷെ നിങ്ങളിപ്പോൾ അതിലില്ലല്ലോ, നിങ്ങളാ ബിസിനസ് നിർത്തിയത്. സാറേ, ഇത് ഞാനൊരു 4-5 വർഷമായി ചെയ്യൽ തുടങ്ങിയിട്ട്. ഇതിലൊരു രഹസ്യാന്വേഷണം നിർബന്ധമാണ്. ആ ബിജു, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ കേസിനെ പറ്റി പറയാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ ലീഗലായും ഇല്ലീഗലായാലും ഒരുപാട് കമ്പനികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തട്ടിപ്പുകൾ വളരെ കൂടുതലാണ്. ഇതിൽ മാന്യമായി വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ വേണം നമ്മുടെ അന്വേഷണം. അപ്പോൾ ഇതിലൊരു വ്യക്തമായ അന്വേഷണം നമുക്ക് വളരെ രഹസ്യമായി നടത്തേണ്ടതുണ്ട്. ഈ ഒരു കേസ് കൃത്യമായി ഫോളോ ചെയ്തില്ല എങ്കിൽ തൊപ്പി വരെ തെറിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ മുകളിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരുപാട് വമ്പന്മാരുണ്ട്. കൃത്യമായ എവിഡൻസ് കിട്ടുന്നവരെ ഈ അന്വേഷണം വളരെ രഹസ്യമായിരിക്കണം. System integrity compromised. ഹലോ ബിജു സാർ, ഒമറിനെ ഞാൻ കണ്ടു, ഇവിടെ മാളിലുണ്ട്. വിടരുത്, അയാളെ ഫോളോ ചെയ്യും, ഞങ്ങൾ ഇപ്പോൾ അടത്തും. ഓക്കെ സാറേ, പ്രകാശനെ വിളിച്ചേ, ഉമ്മറ മാളിലുണ്ട് അത്ര. ഓക്കെ വരൂ. സാറേ, കോവിലങ്ങർ റോഡ് സാറേ, നിങ്ങൾ ഫോട്ടോ അയച്ചെന്ന ആൾ തന്നെയാണ് സാറേ. കൊണ്ടുപോയിക്കോ. അതുകൊണ്ട് വെള്ളം കുടിച്ചാൽ എന്റെ ദാഹം മാറില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്റെ വിശപ്പും മാറില്ല, എന്റെയും കുടുംബത്തിന്റെയും. കൊണ്ടുപോയിക്കോ, നീ നശിച്ചു പോകും, നീ നശിച്ചു പോകും. എൻ്റെ ശാപൊന്നും എനിക്ക് കേൾക്കില്ല.
എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല. ഞാനും എൻ്റെ മാതിരി ഇതിൽ വന്ന് പെട്ടതാണ്. ഇതൊന്ന് ഊരി പോകാൻ പറ്റണ്ടേ?